എനിക്ക് ഈ ഇന്നത്തെ ദിവസം നബിദിനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമം തുറന്നാൽ ഭയങ്കര തർക്കങ്ങൾ നടക്കുകയാണ്. നബിദിനം ഉള്ളതാണോ ഇല്ലാത്തതാണോ, മുശ്രിക്കിൻ്റെ സന്തതികളെ, ഷിർക്കിൻ്റെ കുഫറിൻ്റെ കുഫാറുകളെ, കുഫ്രത്തുൽ മുനാഫിക്കീങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ ബാക്കി സമുദായക്കാർക്ക് ഈ നമ്മുടെ ഈ ആചാര ദിവസങ്ങൾ അല്ലെങ്കിൽ ആഘോഷ ദിവസങ്ങൾ ഇനി നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും ഈ ദിവസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനേതെങ്കിലും നിരീശ്വരവാദികളോ യുക്തിവാദികളോ അതുപോലെ തന്നെയുള്ള ആളുകൾ മുൻകൈ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ മാത്രമേ ഇസ്ലാമിൻ്റെ വിരോധികൾ കൂടി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊന്ന് പഠിക്കുകയുള്ളൂ. ഞാനിത് പറഞ്ഞത് എനിക്ക് രാവിലെ മുതൽ കുറേ എനിക്ക് അടുപ്പമുള്ള സുഹൃത്തുക്കൾ അയച്ചു തരുന്നുണ്ട്, ഈദ് മുബാറക്ക് ഈദ് മുബാറക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈദ് ഏതാണ്, നബിദിനം ഏതാണ്, നിങ്ങളുടെ പെരുന്നാളല്ലയോ എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. 17-ാം തീയതി നിങ്ങളുടെ പെരുന്നാളല്ലയോ, അങ്ങനല്ലേ ഇങ്ങനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ തർക്കിക്കുന്നവരെല്ലാം കൂടി, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ തർക്കിച്ചാലും ഇത് തീരുമില്ല. നിങ്ങൾ ഇത്തവണ ഒരു ചെമ്പ് ചോറ് വെക്കുന്നിടത്ത് തർക്കിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം 14 ചെമ്പ് ചോറ് അവിടെ വരും. നിങ്ങൾ പോരാടുക, പോരാടുന്നതിൻ്റെ കൂലി നിങ്ങൾക്ക് തരട്ടെ, ചോറ് വെക്കുന്നതിൻ്റെ കൂലി അള്ളാഹ് പരിശോധിച്ച് അവർക്കും കൊടുക്കട്ടെ. രണ്ടുപേരും ഇത് തുടരണം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അഭിപ്രായം ഇതാണ്, ബാക്കി ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു 2-3 വർഷത്തേക്ക് ഇസ്ലാം ലളിതസുന്ദര പ്രഭാഷണ പരമ്പരകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രഭാഷണ പരമ്പര വച്ചിട്ട് ഇസ്ലാമിൻ്റെ സ്നേഹം, പ്രവാചക ജീവിതത്തിലെ സത്യസന്ധത എന്നൊക്കെ പറയുന്ന വളരെ ലാളിത്യം നിറഞ്ഞ ചെറിയ സംഗതികൾ പറഞ്ഞു കൊടുത്ത ആളുകളിലേക്ക് എത്തിക്കണം. നിങ്ങൾ ഈ കർണകഠോരമായ സംഗതികളും ഖുർആനൊക്കെ നീട്ടി നിങ്ങൾ ഭയങ്കര കട്ടിക്ക് ഓതുമ്പോൾ ഈ ഇരിക്കുന്ന സാധാരണക്കാരന്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഖുർആനിലുണ്ട്, അതിൻ്റെ ആശയം ഇതാണെന്ന് പറഞ്ഞാൽ മതി. മറ്റേത് നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ബാക്കി കേട്ടുകൊണ്ട് നിൽക്കുന്നവർ ഇതെന്താണെന്ന് പിടികിട്ടാതെ തല ഇറങ്ങി അങ്ങ് പോവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ബൈബിൾ പ്രഭാഷണം എന്തെങ്കിലുമായിട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും ഉണ്ട് ഈ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഈ സപ്താഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ സംസ്കൃതത്തിലും മറ്റേടത്തിലുമൊക്കെ പാടിക്കൊണ്ടിരുന്നാൽ ആ മൈക്കുകാരന് പോലും അങ്ങ് അസ്വസ്ഥത വരും. അതേസമയം ഉള്ള നല്ല മലയാളത്തിൽ ചെറുതായ രീതിയിൽ ചില ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്കത് ഉൾക്കൊള്ളാനും പറ്റും, അത് മനസ്സിലാവുകയും ചെയ്യും. ഇസ്ലാമത പ്രഭാഷകരും അത്തരമൊരു സംഗതി സ്വീകരിക്കണം. തീർന്നിട്ട് വളരെ ലളിതസുന്ദരമായി പറയണം. എനിക്ക് അക്കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, അങ്ങനെ പറയുന്നത് തബ്ലീഗുകാരാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ തബ്ലീഗുകാർക്കൊരു പ്രത്യേകതയുള്ളത്, അവർ വേറെ സമുദായക്കാരെ ആരെയും വിളിക്കത്തില്ല. അവരെല്ലാവരും കൂടി കൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ വേറെ ആർക്കും അടുക്കാനൊക്കത്തില്ല. അതിന് പകരം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ജംഗ്ഷനിലൊക്കെ 5 മിനിറ്റ് ഇസ്ലാമിൻ്റെ സ്നേഹം, ഇസ്ലാമിൻ്റെ സഹിഷ്ണുത, അല്ലെങ്കിൽ അതിൽ പറയുന്ന സംഗതി എന്താണ്, 2-3 സംഗതികൾ പറഞ്ഞു കൊടുത്താൽ മതി, വളരെ ലളിതമായി. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മതത്തെക്കുറിച്ചുള്ള ഒരു സൗരഭ്യവും സൗന്ദര്യവും ആളുകളിലേക്ക് എത്തണമെങ്കിലാണ് പറഞ്ഞത്. അല്ല നിങ്ങൾക്കിപ്പോൾ കാശടിക്കാനും 12 ദിവസത്തേക്ക് 12 ലക്ഷം രൂപ എന്നൊക്കെ അടിക്കാനാണെങ്കിൽ മറ്റേത് തുടർന്നു കൊണ്ടുപോവുക. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള സംഗതികളാണ്. സാമൂഹ്യ മാധ്യമത്തിൽ വന്നാലും അങ്ങനെ ലളിതസുന്ദരമായ കാര്യങ്ങൾ വളരെ നിസ്സാരമായി പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ടാകും. ഞാൻ പണ്ഡിതന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്കാർക്കും അറിയാത്ത പല ഹദീസുകളും പല കഥകളും സംഗതികളുമൊക്കെ നിങ്ങളതിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ, അതിൻ്റെ കോർ സംഗതികൾ പറഞ്ഞു കൊടുക്കണം. വെറുതെ ഈ ഞങ്ങളുടെ മുമ്പിലൂടെയൊക്കെ നടക്കുന്ന ബുദ്ധിസ്ഥിരതയില്ലാത്ത മസ്താന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ അവസാനം മസ്താൻ ഔലിയ എന്നൊക്കെ വിളിച്ച് അവരുടെ കിസ്സ ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ ഇട്ടടങ്ങേറാക്കുന്നതിനേക്കാൾ നല്ലത് പ്രവാചകൻ, പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംഗതികൾ വളരെ മധുരമനോഹരമായി നന്നായി പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ഭാഷയും ആശയാവിഷ്കരണത്തിനുമൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് ഉപയോഗിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇന്നും വന്നു 10 ഈദ് മുബാറക്ക്, അതുകൊണ്ട് പറഞ്ഞാണ്.